ഹലോ ഗൈസ്, ഇന്ന് എനിക്ക് പറയാനുള്ളത് കുറച്ചധികം നല്ല മനുഷ്യരെ കുറിച്ചാണ്. നിങ്ങളുടെയും എൻ്റെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള കുറച്ചധികം നല്ല മനുഷ്യരെ കുറിച്ച്. കടം വാങ്ങിച്ചാൽ തിരിച്ചു തരാൻ ഭയങ്കര മടിയുള്ള, ചിലപ്പോൾ തരാതെ വരെ ഇരിക്കുന്ന നല്ല മനുഷ്യരെ കുറിച്ച്. എടി, ആശുപത്രി കേസാണ്, എന്ത് ചെയ്യാനാടി, വേറെ ആരോടും ചോദിച്ചിട്ട് പൈസ ഇല്ല, ഒന്ന് തരൂ എടി, ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ഡ്യൂ ആണ്, ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ല, കുടുംബത്തിൻ്റെ ബാധ്യത എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് കൊടുക്കുന്ന പൈസയ്ക്ക് വേണ്ടി നമ്മൾ വിളിക്കുമ്പോൾ കോൾ എടുക്കില്ല, എടുത്താൽ തന്നെ ഹലോ എന്ന് പറയുമ്പോൾ കട്ടാക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡബിൾ ടിക്ക് കാണും, അത് ബ്ലൂ ടിക്ക് ആവാനേ പോകുന്നില്ല. ഇവരുടെ എക്സിസ്റ്റൻസ്, ഇവർ ചത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഇവർ മണ്ടന്മാരും മണ്ടികളുമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോറി വന്ന് രഹസ്യമായി കണ്ടിട്ട് പോകുമ്പോഴാണ്. എന്ത് പറയാനാണ്, പൈസ ഇല്ലെങ്കിൽ എടുത്തിട്ട് ഇല്ല പിന്നെ തരാമെന്ന് പറയാൻ ഒരു ഡേറ്റ് പോലും വേണ്ട, തരാന്നെങ്കിലും പറയാനുള്ളൊരു മനസ്ഥിതി എൻ്റെ പൊന്നടാവേ. അതുകൊണ്ട് ഒരു തവണ തന്നു, 2 തവണ തന്നു, 3ാമത്തെ തവണ നമ്മൾ കൊടുക്കുന്നത് തിരിച്ചു തരുമെന്ന് വെറുതെ വിചാരിക്കണ്ട. ചിലപ്പോൾ തിരിച്ചൊന്നും തരാൻ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് വലിയ എമൗണ്ടൊക്കെ നിങ്ങൾ കടം കൊടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടം കൊടുക്കുക. അതും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വേറെ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ള മഹാമനസ്കത കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്നെപ്പോലെയുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ദൈവത്തെ ഓർത്ത് പണി വാങ്ങാതിരിക്കുക. ഇനി